ബംഗ്ലാദേശിൽ നടക്കുന്നത് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടമോ ഭൂമി തർക്കമോ സാമ്രാജ്യത്വ വിരുദ്ധ ലഹളയോ ഒന്നുമല്ല. മറിച്ച് രാജ്യം മത മൗലികവാദികളുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ അവർ നടത്തുന്ന കാഫറുകൾക്കെതിരെയുള്ള സമാനതകളില്ലാത്ത ക്രൂരതകൾ മാത്രമാണ്. വിഭജനകാലത്ത് നടന്നതിന് തുല്യമായ ഹിന്ദു വംശഹത്യയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള അമുസ്ലിമുകൾ ആയ എല്ലാ ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയോടുള്ള വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പതാകയുടെ നിറം നടപ്പാതയിൽ വരച്ചു ചേർക്കുകയും അതിൽ ചവിട്ടി നടന്ന് അപമാനിക്കുകയും ചെയ്യുകയാണ് മത തീവ്രവാദികൾ. ബംഗ്ലാദേശിലെ 53ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇന്ത്യൻ പതാക അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന് മുകളിൽ കത്തി ജ്വലിക്കുന്ന സൂര്യനാണ് ഇന്ത്യ, ഭാരതം. ഇത്തരം പ്രകടനങ്ങളല്ലാതെ ഭാരതത്തിനെ ഒന്ന് തൊടാൻ പോലും ബംഗ്ലാദേശികൾക്ക് കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബംഗ്ലാദേശി അഭിഭാഷകൻ രാമൻ റോയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അദ്ദേഹം ബംഗ്ലാദേശിൽ അനധികൃതമായി തടവിലാക്കപ്പെട്ട ഇസ്കോൺ സന്യാസി ചിന്മോയ് കൃഷ്ണപ്രഭുവിന് വേണ്ടി കോടതിയിൽ വാദിച്ചത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഏക കുറ്റം. ഹിന്ദുക്കൾക്കായി ഇനി ഒരാളുടെ ശബ്ദം ഉയരണ്ട എന്ന തരത്തിലാണ് മുസ്ലിം ഭീകരവാദികളുടെ ആക്രമണം. അദ്ദേഹം മരണവുമായി മല്ലിട്ട് നിൽക്കുകയാണ്. ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയുമില്ല. അയാളുടെ ജീവൻ ഹോസ്പിറ്റലിൽ വെച്ച് ആക്രമണം നേരിട്ട് നഷ്ടപ്പെട്ടാലും അതിൽ ഒന്നും അത്ഭുതപ്പെടാനുമില്ല. ഇന്ന് കേരളത്തിലും ബംഗ്ലാദേശിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന ഒരു സംശയമുണ്ട്: കേരളവും ഇതുപോലെ ആകുമോ എന്നത്. കേരളം ബംഗ്ലാദേശ് പോലെ ആകാൻ അധികം താമസിക്കില്ല എന്നുള്ള ഭയമാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും പങ്കുവയ്ക്കുന്നത്. പിണറായിയുടെയും മരുമോന്റെ കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദമുയർത്തുന്ന ഇടത് സർക്കാർ ഭരിക്കുന്ന ഈ കാലത്ത് ഇവിടെയും ഇതുപോലെ ഒരു പ്രശ്നം വന്നേക്കാം എന്ന് ഒരുപാട് പേർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഉണ്ടായ യുദ്ധത്തിന്റെ പേരിൽ ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കിയവരും വിലപിച്ചവരും ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തിയവരും ഇസ്രായേൽ പ്രസിഡന്റിനെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞവരും ഒന്നും അതിർത്തിക്ക് അപ്പുറത്തേക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞതായി പോലും ഭാവിക്കുന്നേയില്ല.